മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളെന്ന സൂചന. മകളുടെ വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം മരിക്കും മുമ്പ് ബന്ധുക്കൾക്ക് അയച്ചിരുന്നു. കമലേശ്വരം സ്വദേശികളായ സജിത, മകൾ ഗ്രീമ എസ് രാജ് എന്നിവരെ ഇന്നലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൈനൈഡ് കഴിച്ചാണ് ഇവർ ജീവൻ ഒടുക്കിയത് എന്നതാണ് പ്രാഥമിക വിവരം. മൃതദേഹത്തിന് സമീപത്ത് നിന്നും സൈനൈഡ് കഴിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ആത്മഹത്യക്കുറിപ്പ്. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണം മകളുടെ ഭർത്താവാണെന്നും കേവലം 25 ദിവസം കൂടെ താമസിച്ച അവളെ അവൻ ഉപേക്ഷിച്ചെന്നും അപമാന ഭാരം താങ്ങാനാകുന്നില്ലെന്നും സജിത ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിലും പറയുന്നുണ്ട്. സൈനൈഡ് കഴിച്ച് തങ്ങൾ ജീവൻ ഒടുക്കുന്നുവെന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ ഇവർ പങ്കുവച്ചതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വീടിനകത്തെ സോഫയിൽ കൈകൾ കോർത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കമലേശ്വരത്ത് അമ്മയും മകളും ജീവൻ ഒടുക്കിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് ലഭിക്കുന്ന സൂചന. മകളുടെ വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം മരിക്കും മുമ്പ് ബന്ധുക്കൾക്ക് അയച്ചിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. കമലേശ്വരം സ്വദേശികളായ സജിത, മകൾ ഗ്രീമ എസ് രാജ് എന്നിവരെ ഇന്നലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൈനൈഡ് കുടിച്ചാണ് ഇവർ ജീവൻ ഒടുക്കിയത് എന്നതാണ് പ്രാഥമിക വിവരം. മൃതദേഹത്തിന് സമീപത്ത് നിന്നും സൈനൈഡ് കഴിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണം മകളുടെ ഭർത്താവാണെന്നും കേവലം 25 ദിവസം കൂടെ താമസിച്ച അവളെ അവൻ ഉപേക്ഷിച്ചെന്നും അപമാനഭാരം താങ്ങാനാകുന്നില്ലെന്നും സജിത ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. സൈനൈഡ് കഴിച്ച് തങ്ങൾ ജീവൻ ഒടുക്കുന്നുവെന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ ഇവർ പങ്കുവച്ചതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്തെ സോഫയിൽ കൈകൾ കോർത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.